ദ്രാവിഡിൻ്റെ പരിശീലകത്വത്തിന് കീഴിൽ ഇന്ത്യ കളിച്ച 24 ടെസ്റ്റിൽ 14ലും വിജയിച്ചു. 58.33 ആണ് വിജയശതമാനം. 53 ഏകദിന മത്സരങ്ങളിൽ 36 എണ്ണത്തിൽ ജയിച്ചു. 72 ആണ് വിജയശതമാനം. ദ്രാവിഡിൻ്റെ കീഴിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിജയം കഴിഞ്ഞ വർഷം നടന്ന 2020 ലോകകപ്പിലായിരുന്നു. 17 വർഷത്തിന് ശേഷം ഇന്ത്യ 2020ൽ ലോക ജേതാക്കളായി. ഏകദിന ലോകകപ്പ് ഫൈനലിലടക്കം ICC ടൂർണമെൻറ്റുകളുടെ ഫൈനലുകളിൽ നിരന്തരം തോറ്റ് നിരാശരായിരുന്ന ഇന്ത്യൻ ടീമിന് ഏറെ ആഹ്ലാദം നൽകിയ വിജയമായിരുന്നു ഇത്. ദ്രാവിഡിൻ്റെ പരിശീലകത്വത്തിലെ അവസാന ടൂർണമെൻ്റായിരുന്നു ഇത്. കളിക്കാരനെന്ന നിലയിൽ ലോകകപ്പ് നേടാനാകാത്തതിൻ്റെ നിരാശ ഈ വിജയത്തോടെ ദ്രാവിഡ് കഴുകിക്കളഞ്ഞു. പരിശീലകൻ എന്ന നിലയിൽ കളിക്കാരെ പ്രചോദിപ്പിക്കുന്നതിലും അവരുമായി കൃത്യമായ ആശയവിനിമയം നടത്തുന്നതിലും ഏറെ മുന്നിലായിരുന്നു ദ്രാവിഡ്. ടീമിലെ സീനിയർ കളിക്കാരുമായും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുമായെല്ലാം ദ്രാവിഡ് മികച്ച ബന്ധം പുലർത്തി. ഇതെല്ലാം ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായി.